സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ശ്രദ്ധിക്കുക, ദൈവം ഞാൻ എന്റെ സ്വരൂപത്തിൽ ഉണ്ടാക്കാം എന്നല്ല പറയുന്നത്, മറിച്ച് നമുക്ക് നമ്മുടെ എന്നാണ് പറയുന്നത്. ഇവിടെ ദൈവം ആരോടാണ് സംസാരിക്കുന്നത്? ദൂതന്മാരോടാണ്? അല്ല. കാരണം മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിന്റെ സാദൃശ്യത്തിലാണ്, അല്ലാതെ ദൂതന്മാരുടെ സാദൃശ്യത്തിലാണ്. ഇവിടെ ദൈവത്വത്തിലെ വ്യക്തികൾ തമ്മിലുള്ള ആശയവിനിമയമാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ മറ്റൊരു സംഭവം ബാബേൽ ഗോപുരം പണിയുന്ന സമയത്ത് കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവം പറയും, വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ കലക്കിക്കളയും. ഇവിടെയും നാം എന്നാണ് ദൈവം സ്വയം വിശേഷിപ്പിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ പ്രവാചകൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയാണ്, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. ഇവിടെ ഒരേ വാക്യത്തിൽ ഞാനെന്നും നമുക്കെന്നും ദൈവം ഉപയോഗിക്കുന്നു. വീഡിയോ എല്ലാവരും കണ്ടു കാണുമല്ലോ. വീഡിയോയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് പലരും പറഞ്ഞ കാര്യങ്ങളാണ്. ചാണ്ടുപിള്ള സാറ്, നമ്മുടെ പാഷ അനീഷ് കാവാലം, അനിൽ കൊടിത്തോട്ടം, ഇങ്ങനെ പല പാസ്റ്റർമാരും പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഇത് എല്ലാവരും പൊതുവെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. എന്താണ്? നാം നമ്മുടെ സാദൃശ്യത്തിൽ, നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. പുതിയതായിട്ടൊന്നും അദ്ദേഹത്തിന് ഇത് ചെയ്യാനില്ല. കാരണം ഇത് ആരോടൊക്കെ പറഞ്ഞത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അദ്ദേഹം സംസാരിച്ചിരിക്കുകയാണ്. അല്ലാതെ കൂടുതലായിട്ടൊന്നും മുന്നോട്ട് പോകുമ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കാം, മുമ്പോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പിന്നീട് വിശദീകരിക്കാവുന്നതാണ്. അപ്പം അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, 3 പേര് ഉണ്ടെന്ന് തെളിയിക്കുവാനായിട്ട് പലരും ഉപയോഗിക്കുന്ന ഒരു വാക്യം തന്നെയാണ് 26, 27. ഞാൻ ഇതിനു മുമ്പ് ഇത് വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ പാശകലക്കം നടക്കുന്നിടത്തും 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതെല്ലാം നേരത്തെ തന്നെ ആളുകൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അതുപോലെ തന്നെ ഇങ്ങോട്ട് എടുത്ത ഒരു വീഡിയോ ചെയ്ത് അതിങ്ങനെ ക്രമപ്പെടുത്തി ഉണ്ടാക്കിയെടുത്തിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അതിനൊന്നും അദ്ദേഹത്തിന് പുതിയതായ ഒരു വെളിപ്പാടൊന്നും അദ്ദേഹത്തിനില്ല. അപ്പം പുതിയതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എനിക്ക് മനസ്സിലായി, ഈ തിരുത്തൽക്കാർക്ക് ഇത്രയൊക്കെയുള്ള കാര്യങ്ങളെ അറിയത്തുള്ളൂ, അവർക്ക് അത്രയൊക്കെയുള്ള വെളിപ്പാടുകളെ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ടാണ് അവർ ദൈവത്തെക്കുറിച്ച് അങ്ങനെ പറയുന്നത്. കൂടുതലായിട്ടൊന്നും അവർക്ക് പറയാനായിട്ട് കഴിയുന്നില്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞ അനിൽ കൊടിത്തോട്ടം പാസ്റ്ററോ അല്ലെങ്കിൽ നമ്മുടെ പറഞ്ഞ പല ആളുകളും, അതായത് ചാണ്ടുപിള്ള പാസ്റ്റർ, ഇവരൊക്കെ പറഞ്ഞ വേദവിപരീതികളെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒരു സംഭവം അദ്ദേഹം ഇവിടെ രൂപീകരിച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടി. അപ്പൊ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വരുമെന്നാണ് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതിനകത്തൊന്നും തന്നെ പറയുവാനില്ലതാണ്. എങ്കിലും വീഡിയോ ഉടനീളം നമുക്ക് സംസാരിച്ച് ഓരോ ദിവസവും സംസാരിച്ച് കടന്നു പോകുമ്പോൾ അനന്തരം ഞാനത് പറയുമ്പോൾ വീഡിയോ ഒത്തിരി കൂടുന്നു. അതുകൊണ്ട് ഞാൻ ഒത്തിരി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അനന്തരം നാം നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശ പർവ്വജാതികളുടെ മേലും, അല്ലെ? അപ്പൊ നമുക്ക് അത്രയും വാക്യമൊന്നും വേണ്ട. നമുക്ക് വേണ്ട വാക്യം എന്ന് പറയുന്നത് നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ, അല്ലെ? അവിടെ 3 പേര് ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം എടുത്ത വാക്യമാണ്. അപ്പൊ ഉൽപ്പത്തിയിൽ, അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് അവിടെ പറയുന്നു. അപ്പൊ ഇത് ദൈവവചനത്തിൽ നമ്മൾ കാണുന്ന ഒരു വാസ്തവമാണ്. പലർക്കും തോന്നും 3 പേരുണ്ട്, അല്ലെ? ബഹുത്വം, എലോഹിം ബഹുത്വം എന്ന് പറഞ്ഞു. ആ എലോഹിം അതല്ല എന്ന് നമുക്ക് മനസ്സിലായി. അദ്ദേഹം മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളോട് ചേർത്ത് എലോഹിം ബഹുത്വമാണ് എന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം ബഹുവചനം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ബഹുത്വം, അതിനാൽ ദൈവം തൃത്വമാണെന്നും ഇവര് പറയുകയാണ്, അല്ലെ? ബഹുത്വം ഉള്ളത് കൊണ്ട് അവർക്കല്ലാതെ വേറെ ഒന്നും അവർക്ക് പറയാനില്ല, കണ്ടെത്താനില്ല. അപ്പം മറിഞ്ഞു കിടക്കുന്ന ഒന്നേ ഉള്ളൂ, നാം നമ്മുടെ എന്ന് പറയുന്ന ആ ഭാഗം മാത്രമേ ഉള്ളൂ. അവർക്ക് തൃത്വം തെളിയിക്കാൻ ഉപയോഗിക്കാനായിട്ട് അതേ ഉള്ളൂ. പിന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പിതാവ് പുത്ര പരിശുദ്ധ, മത്തായിയുടെ സുവിശേഷം 28-19, ഇതൊക്കെയാണ് അവരുടെ
സംബന്ധിച്ചിടത്തോളം പറയുവാൻ ഒരുപാട് വാക്യങ്ങൾ അവർ തൃപ്തം ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒത്തിരി ഉണ്ട്, ഞാൻ പറഞ്ഞ് വിശദീകരിക്കുന്നില്ല. അപ്പൊ ബഹുവചനം, ഇത് പ്ലൂറൽ എന്നാൽ മുമ്പെന്ന പോലെ ഖണ്ഡിതമായ അർത്ഥം, അതായത് 2 5 10 100 അതാണ് അദ്ദേഹം പറഞ്ഞ എഖാദിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വരുന്നെന്ന് പറഞ്ഞ പോലെ ബഹുവചനം, ദ പ്ലൂറൽ, അതായത് എലോഹീം എന്ന വാക്കിന് അദ്ദേഹം പറഞ്ഞത് അതൊരു ബഹുത്വമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ എന്താണ്, അത് ചിലപ്പോൾ മില്യൻ ആകാം, ട്രില്യൻ ആകാം, വേണമെങ്കിൽ അത് 3 എന്താണ്, പിന്നെ എങ്ങനെയാണ് അവിടെ പറയുന്നത് തൃത്വത്തെ കുറിച്ച് നമ്മൾ കാണുമ്പോൾ, അതായത് ബൈബിളിൽ പറയുന്നത് ദൈവം മാത്രമല്ല എന്ന് പറയുമ്പോൾ അവിടെ പ്രവാചകന്മാരുണ്ട്, അല്ലെ, ഇതെല്ലാം ഉണ്ട്. അപ്പൊ സ്വർഗത്തിലെ ദൂതരും ബഹുവചനം പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം ബഹുവചനം പറഞ്ഞിട്ടുണ്ടാണ്. ഇവർക്കെല്ലാം ഒരു കാര്യമുണ്ട്, തന്നിൽ തന്നെ ബഹുത്വം ഉണ്ടെന്ന് ആരും പറയുന്നില്ല. ആരെങ്കിലും പറയുന്നുണ്ടോ? ദൂതൻ പറയുന്നുണ്ടോ ബഹുത്വം ഉണ്ടെന്ന്? ദൈവം പറയുന്നുണ്ടോ ഞാൻ ബഹുത്വം ഉണ്ടെന്ന്? ദൈവം പറയുന്നില്ല. ദൈവം ബഹുത്വം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ തൃത്വക്കാർ തന്നെയാണ് പറയുന്നത് ബഹുത്വം ഉണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച്. അവര് തന്നെയാ പറയുന്നത്. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല ദൈവം ബഹുത്വം ഉള്ളെന്നുള്ള കാര്യം ദൈവം പറയുന്നില്ല. അങ്ങനെ ബഹുത്വം ഉണ്ട് എന്ന് പറയുമായിരുന്നെങ്കിൽ ഫിലിപ്പോസ് ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ ഒരു ബഹുത്വം വന്നേനെയായിരുന്നു, അല്ലേ? ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? കാരണം ബഹുത്വമായിരുന്നു എങ്കിൽ ഫിലിപ്പോസ് ചോദിച്ചതിന്റെ മറുപടി മേളിലുണ്ട്, ഞങ്ങൾ ബഹുത്വമാണ്, നീ പഠിച്ചിട്ടില്ലേ, നാം നമ്മുടെ സാദൃശ്യത്തിൽ, അതായിരുന്നു പറയേണ്ട. പല ഉപമകളും പറയുമ്പോൾ പഴയ നിയമത്തിലെടുത്ത് യേശു ക്രിസ്തു പുതിയ നിയമത്തിൽ പറയും, അല്ലെ, നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ അത് കാണാനില്ല, ഇവിടെ അങ്ങനെ ഒരു സംഭവമേ കാണാനില്ല, അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെ, ബഹുത്വം ഉണ്ടാകുന്ന ആരും പറയുന്നില്ല. അപ്പം നമ്മൾ കാണുമ്പോൾ ദൈവം ഏകനാണ്, ഒരുത്തൻ മാത്രമാണ്. അപ്പോൾ ഏക ദൈവത്തിൽ എന്താണ്? ഹോമോണോസ്, അൽത്തിയോസ്, തിയോസ്, അതായത് ഒൺലി ട്രൂ ഗോഡ്, അതായത് ട്രിനിറ്റി എന്ന് പറയുമ്പോൾ ബഹുത്വം ആരോപിക്കുന്ന, എന്നാൽ ദൈവശാസ്ത്രീയമായ തിരുവെഴുത്തുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ എല്ലാം ഏകൻ, ഒരുത്തൻ എന്ന് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ നാം നമ്മുടെ സ്വരൂപത്തിൽ, അതായത് ദൈവം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാം എന്ന് പറയുമ്പോൾ അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കാം. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതികളുടെ മേലും മൃഗത്തിന്മേലും സർവഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളുടെ മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു എന്ന് പറയുകയാണ്. അപ്പം ഇതാണ് തൃത്വം എന്നാണ് അവർ പറയുന്നത്. അപ്പൊ 1-ാമത്തെ വാക്യത്തിൽ ദൈവം ആരോടാണ് ഈ ബഹുവചനം പറയുന്നതെന്ന് യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോ നീ എവിടെയായിരുന്നു? ശ്രദ്ധിക്കണം, അവിടെ പറയാണ്, നീ ഭൂമിക്ക് അടിസ്ഥാനപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്ക് വിവേകമുണ്ടെങ്കിൽ പ്രസ്താവിക്കുക. അതിന്റെ അളവ് നിയമിച്ചവൻ ആര്? നീ അറിയുന്നുവോ? അല്ല, അതിന് അളവ് നൂൽ പിടിച്ചത് ആര്? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേൽ ഉറപ്പിച്ചു? അല്ല, അതിന്റെ മൂലക്കല്ലിട്ടവനാര്? ഇവിടെ ദൈവം സൃഷ്ടി നടത്തുമ്പോൾ ഘോഷിച്ചുല്ലസിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു. പ്രഭാത നക്ഷത്രങ്ങളും ദൈവപുത്രന്മാരും ദൂതന്മാരും എന്ന എബ്രായ പദത്തിന് പ്രഭാത നക്ഷത്രങ്ങൾ, ദ മോർണിംഗ് സ്റ്റാർസ് എന്നാണ് പറയുന്നത്. അതായത് ബെനി എലോഹീം എന്നത് ദൈവപുത്രന്മാർ, ദ സൺ ഓഫ് ഗോഡ് എന്ന് ഇവിടെ പറയുന്നു. അപ്പൊ ദൈവപുത്രന്മാർ എന്താണ്? ദൂതന്മാരാണെന്ന് യോബിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ ദാനിയേൽ അത് ഒന്നുകൂടി വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ദൈവം 1-ാം ദിവസമാണ് ഭൂമിക്ക് അടിസ്ഥാനം ഇടുന്നത്, 4-ാം ദിവസം അതായത് യഥാർത്ഥ നക്ഷത്രങ്ങളെ സൃഷ്ടിക്കുന്നത്. അതിനാൽ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ സന്തോഷിച്ച വാർത്ത ആരാണ് പറയുന്നത്? അവിടെ ദൂതന്മാരാണ് അവിടെ പറയുന്നത്. അപ്പൊ എബ്രായ കവിതയുടെ ഒരു പ്രധാന പ്രത്യേകത എന്താണ്? സമാന്തരത അല്ലെങ്കിൽ സമാന്തരത്വം അതിന് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? അതായത് ഒരു ആശയം തന്നെ തൊട്ടടുത്ത ഭാഗത്തെ അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തെ അല്ലെങ്കിൽ മറ്റൊരു വാക്ക് ഉപയോഗിച്ച് വീണ്ടും പറയുന്ന രീതി. ഇതിപ്പോ സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ ആവർത്തിച്ച് കാണുന്നുണ്ട്. അതായത് തന്മൂലം ദൈവപുത്രന്മാരും പ്രഭാത നക്ഷത്രങ്ങളെയും ദൂതന്മാരാണെന്ന് സംശയലേന അവിടെ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ യഹൂദന്മാരുടെ ഔദ്യോഗിക ബൈബിളായ ടാൻകേക്കിന്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇപ്രകാരമാണ്: when the morning stars sing together,
ആൻഡ് ഓൾ ദ ഏഞ്ചൽസ് ഓഫ് ഗോഡ് ഷൗട്ട് എന്നാണ് അവിടെ പറയുന്നത്. തങ്കിനകത്ത് പറയുന്നത്. അപ്പൊ ക്രിസ്തുവും അപ്പോസ്തലന്മാരും ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് സെറ്റുവഞ്ചിൽ, അതായത് ദൈവപുത്രന്മാരെ എന്ത് പറയുന്നു? ദൂതന്മാരെന്നാണ് അവിടെ പറഞ്ഞ് പരിഭാഷപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതായത് പല ബൈബിളുകൾ CVB, LB, NCV, NIV, NT ഇതൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ അനാദി കാലം മുതൽ, അതായത് അനാദി സ്വർഗവും ദൂതന്മാരും ഉൾപ്പെടുന്ന അദൃശ്യ ലോകത്തിൽ സൃഷ്ടിയെയാണ് ദൈവം സൃഷ്ടിപ്പാണ് ആദ്യം ദൈവം നടത്തിയത്. അതെപ്പോഴാണ് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അതിനുശേഷം ആകാശവും ഭൂമിയും മനുഷ്യനെ സൃഷ്ടിക്കും. അപ്പോൾ ദൂതന്മാരാണ് ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ദൈവം യോബിനോട് പറയുകയാണ്, അത് സ്പഷ്ടമായി പറയുന്നതിന് കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതനുസരിച്ചാണ്. ഈ ദൈവം എന്താണ്? ദൈവത്തോടല്ല, ദൂതന്മാരോടാണ് ബഹുവചനം പറഞ്ഞിരിക്കുന്നുള്ളതാണ് വാസ്തവം. ഉൽപ്പത്തിയിൽ നാം നമ്മുടെ എന്നിങ്ങനെ ദൂതന്മാരെ ചേർത്താണ് ബഹുവചനം പറഞ്ഞിരിക്കുന്നതെന്ന് തെളിവുണ്ട്. അതായത് യഹോവ കെരൂബുകൾക്ക് മീതെ അതിവസിക്കുന്നവനെന്നും കെരൂബുകളെ വാഹനമാക്കി സഞ്ചരിക്കുന്നവനാണെന്നും ഒക്കെ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ഞാൻ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല, കാരണം വീഡിയോ വളരെ ലോങ് ആയി പോകുന്നത് കൊണ്ട് ഞാനത് എടുക്കുന്നില്ല. അപ്പൊ എന്താണ്? യഹോവയെ കാണുന്ന എന്താണ്? കെരൂബുകൾക്ക് മധ്യയാണ്. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ അത് വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ സിംഹാസനവും മഹത്വവും കാണുന്നത് കെരൂബുകൾക്ക് മീതെയാണ് എന്നും അവിടെ പറയുന്നു. അപ്പൊ പ്രത്യക്ഷമാകുന്നിടത്തെല്ലാം എന്തുണ്ട്? ദൈവത്തിന്റെ കൂടി ഒരു ദൂത സാന്നിധ്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പൊ ആകെ ദൈവത്തോടൊപ്പമുള്ള ദൂതന്മാരുണ്ടായിരുന്നുവെന്നും നമുക്ക് സംശയന്യ പറയാൻ കഴിയുന്ന ഒരു വാസ്തവം തന്നെയാണ്, അല്ലെ? അപ്പൊ അല്പവിശ്വാസികൾക്ക് പോലും ബോധം വരുത്തുവാൻ കഴിയുന്ന തെളിവുകളാണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഒന്നാം പ്രമാണം നമ്മൾ വായിക്കണം. ഒന്നാം പ്രമാണത്തിൽ വരുമ്പോൾ ആദ്യത്തെ തന്നെ പറയുന്നത്, യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുതെന്നും അവിടെ പറയുന്നു. ഇതാണ് ഒന്നാമത്തെ കൽപ്പന. അതായത് സൃഷ്ടാവ് ഒന്നിലധികം പേർ ആയിരുന്നെങ്കിൽ, അഥവാ ട്രിനിറ്റിയുടെ ഭാഷയിൽ ക്രിസ്തുവും പരിശുദ്ധാത്മാവും വിഭിന്ന വ്യക്തികളായി ദൈവത്തോടൊപ്പം സൃഷ്ടിയെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ 10 കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന തെറ്റാണെന്ന് പറയേണ്ടതായി വരും. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്നാം കൽപ്പന എന്താണ്? അല്പസ്വല്പം വിശ്വസ്തങ്ങളോടെ 130ഓളം പ്രാവശ്യം ബൈബിളിൽ ആവർത്തിച്ചിട്ടുണ്ട്. യഹോവ തന്നെ ഒന്നാം കൽപ്പന 25 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, എനിക്ക് സദൃശ്യനായി ആരുമില്ല, എനിക്ക് തുല്യനായി ആരുമില്ല. തൃത്തക്കാര് പറയുന്ന ഒരു കാര്യമാണ്, സദൃശ്യനാണ്, തുല്യനാണ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. എനിക്ക് മുമ്പേ ഒരു ദൈവവും ഇല്ല, എനിക്ക് പിൻപും ഒരു ദൈവം ഇനി ഉണ്ടാകാനും പോകുന്നില്ല, അല്ലെ? അങ്ങനെ തന്നെയാണ് പറയുന്നത്. അപ്പം എനിക്ക് തുല്യനായി ആരുമില്ല, എനിക്ക് മുമ്പേ ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഇനി ഉണ്ടാകുകയില്ല, ഞാൻ ഒരുത്തനെയും അറിയുന്നില്ല എന്നൊക്കെ തന്നെയാണ് യഹോവയായ ദൈവം പറയുന്നത്, അല്ലേ? അങ്ങനെ ആയിരുന്നെങ്കിൽ മറ്റൊരാൾ ഉണ്ടെന്നിൽ, അല്ലെങ്കിൽ മറ്റ് 2 പേരോടുണ്ട്. തൃത്തക്കാര് പറയുന്നവരാണെങ്കിൽ പുത്രനും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. അങ്ങനെ അത് പ്രത്യേകം പറഞ്ഞേനുമായിരുന്നു. പറയാത്ത കാര്യം പറഞ്ഞപ്പോ തന്നെ നമുക്ക് മനസ്സിലായില്ലേ, അപ്പോൾ അത് കൂട്ടിച്ചേർത്തതാണ്. ഈ ഡൊമിനിക് സാർ കൂട്ടിച്ചേർത്ത കാര്യമാണ് ഇപ്പോൾ ഡൊമിനിക് സാർ പറയുന്നത്. ഡൊമിനിക് സാർ കൂട്ടിച്ചേർത്തതല്ല, അദ്ദേഹത്തിന്റെ പോയിന്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെല്ലാം തൃത്വക്കാരന്റെ പോയിന്റുകളാണ്. അതിങ്ങോട്ട് ചേർത്ത് വെച്ച് പറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ യാതൊരുവിധ അടുപ്പങ്ങളും ഇത് തമ്മിൽ യോജിക്കുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. എല്ലാം സെയിം കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചാണ്ടുപിള്ള സാറിന് കൊടുത്ത അതേ മറുപടി തന്നെയാണ് ഈ സാദൃശ്യത്തിനുള്ള കാര്യത്തിന് ഞാൻ പറയുന്ന മറുപടി അത് തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. അപ്പൊ എന്താണ്? എനിക്ക് മുമ്പ് വേറൊരു ദൈവം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ തൃത്വത്തിന്റെ വാദം ശരിയാണെങ്കിൽ സൃഷ്ടിയിങ്കൽ ദൈവത്തിന് ബഹുത്വം ഉണ്ടായിരുന്നെങ്കിൽ 10 കൽപ്പന നൽകുമ്പോൾ എന്തുകൊണ്ട് ദൈവം ബഹുവചനം പറയാതിരുന്നത്? ദൈവം 3 വ്യക്തികളായിരുന്നെങ്കിൽ ഞങ്ങളല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുതെന്ന് പറയില്ലായിരുന്നല്ലോ, അല്ലേ? അങ്ങനെയാണ് ദൈവം പറയേണ്ടതല്ലേ? ദൈവം പറയേണ്ട കാര്യമാണ്. ഞാനൊരു പുത്രനെ അയക്കാൻ പോകുന്നുണ്ട്. തൃത്തക്കാരുടെ ഭാഷ അയച്ച
അയച്ച ഒരു ദൈവം ഉണ്ടെന്നല്ലേ പറയുന്നത്. അയൽക്കുട്ടി പുസ്തകം പാസ്റ്ററൊക്കെ മെൻഷൻ ചെയ്യുന്ന അയച്ച ഒരു ദൈവവും അല്ലെ വന്ന ഒരു ദൈവവും, രണ്ട് ദൈവങ്ങൾ അദ്ദേഹം പറയുന്നത്, രണ്ട് ദൈവങ്ങൾ അയച്ച ദൈവം എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന പോയിന്റ് ശരിയാവേണ്ടതല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രമാണം എഴുതുമ്പോൾ പറയേണ്ടതാണ്, ദൈവം പറയേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം പറയേണ്ട ഒരു കാര്യമുണ്ട്. 3 പേരുണ്ട്, ഞാനും എൻ്റെ പുത്രനും ഉണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. യേശുക്രിസ്തു സകലത്തിനും മീതെ ദൈവമെന്ന് ഉയർത്തപ്പെട്ടവനാണ് അവൻ, സകലത്തിനും മീതെ. അപ്പം അങ്ങനെ ഒരാളെ കൂടി ഉയർത്തപ്പെടും എന്നുള്ള കാര്യത്തെക്കുറിച്ച് രണ്ടാമത്തെ ആൾ ഉയർത്തപ്പെടും. അങ്ങനെ പ്രത്യേകം പറയേണ്ട കാര്യമാണിത്. അത് പ്രത്യേകം പറഞ്ഞില്ല. പ്രത്യേകം പറയാത്തിടത്തോളം കാലം 3 പേരില്ല എന്നുള്ളത് വാസ്തവപരമായ കാര്യമാണ്. അപ്പോൾ ഇനി ആ ഒരു ഇതെ പിടിച്ചുകൊണ്ട് അയ്യോ നാം നമ്മുടെ എന്ന് പറയുന്നിടത്ത് 3 പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ആരും വരരുതെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. കാരണം തൃത്വക്കാര് വേറെ വല്ല പോയിന്റും പറയാനുണ്ടെങ്കിൽ പറയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എഖാദ് എന്ന് പറഞ്ഞ ആ കാര്യം പറഞ്ഞ പോലെയാകും. എഖാദ് എന്ന് പറയുന്നത് ഒന്നായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കാര്യമാണ്. അത് മോരെ ഉദ്ദേശിച്ച പറഞ്ഞെന്ന് പറയുന്നതും തെറ്റാണ്. അപ്പൊ ഏലോഹിയും ബഹുത്വമാണെന്ന് പറഞ്ഞതും തെറ്റാണ്. അപ്പൊ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ എന്താണ് ബഹുത്വം ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ബഹുത്വം കൽപ്പന നൽകിയപ്പം എങ്ങനെ എവിടെ പോയി? അതവിടെ പോയി. അതാണ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കൽപ്പന കൊടുത്തപ്പോ ഈ ബഹുത്വം എവിടെ പോയി? ഈ പറയുന്ന ബഹുത്വം അല്ലെ, ഉൽപ്പത്തിയിലാണ് പാശ കലക്കുന്നിടത്ത് 3 പേര് ഇറങ്ങി എന്ന് പറഞ്ഞു അല്ലെ, മമ്രയുടെ തോപ്പിലും 3 പേര് വന്നെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഉൽപ്പത്തി 1-ാം അധ്യായത്തിലും പറഞ്ഞു, നാം നമ്മുടെ എന്ന് പറഞ്ഞപ്പോ 3 പേരുണ്ട്. എന്തുകൊണ്ട് കൽപ്പന എഴുതിയപ്പോ, പുറപ്പാട് പുസ്തകത്തിൽ കൽപ്പന എഴുതിയപ്പോ മോശ എന്താ അത് എഴുതാഞ്ഞത്? അല്ല മോശ വിട്ടുപോയതാണോ അതോ ദൈവം മറന്നുപോയതാണോ ആ 2 പേരെ കുറിച്ച് പറയാതെ പോയത്? ഇതൊക്കെ തൃത്വക്കാർ ചിന്തിക്കേണ്ട ഒരു വാസ്തവമാണ്. ഇത് തൃത്വക്കാർ ചിന്തിക്കണം, ചിന്തിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ചില ഉദാഹരണങ്ങൾ അത് പറയുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലും പറഞ്ഞിട്ടില്ല 3 പേരുണ്ടെന്നുള്ള കാര്യം, അങ്ങനെ എഴുതി ചേർത്തിട്ടുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇത് ബഹുത്വമാണെങ്കിൽ അത് എഴുതി ചേർക്കണം. സാധാരണക്കാർക്ക് മനസ്സിലാകത്തില്ല സഹോദര, ഇതൊന്നും ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തൊട്ടേ ഇതിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇത്രയും ഉദാഹരണങ്ങൾ തന്നപ്പം മനസ്സിലായി കാണുമല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു തെറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കാൻ കഴിയണം. നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുന്നില്ല. കാരണം നിങ്ങൾ എവിടെയൊക്കെ വന്ന് സ്റ്റക്കായി പോവാണ്. നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെ സ്റ്റക്കായി പോവാം. ആ സ്റ്റക്കിനാണ് നമ്മളിവിടെ പറഞ്ഞത് തെറ്റെന്ന് പറഞ്ഞത് അല്ലെ. ഇനിയും നമ്മൾ വായിക്കുമ്പോ എന്താണ്, ദൈവം മാറാത്തവനാണെന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. മാലാഖി 3:6 ഗതിഭേദത്താൽ അച്ഛാദമില്ലാത്തവനാണെന്നും പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. യാക്കോബിന്റെ 1:17 പറയുന്നു ദൈവൻ ഏകനാണ് അല്ലെ, ഏകനായിക്കോട്ടെ തൃത്വമായിക്കോട്ടെ, രണ്ടായാലും എന്താ, സാഹചര്യങ്ങൾ അനുസരിച്ച് തന്റെ പ്രകൃതിക്ക് വ്യതിയാനം സംഭവിക്കാത്ത അഥവാ സ്ഥിരതയില്ലാത്തവനല്ല. ചിലപ്പോൾ ഏകനും മറ്റു ചിലപ്പോൾ തൃത്വമാകാനും അവൻ മായാവിയല്ല അല്ലേ. അവൻ മായാവിയല്ല. ചില സമയത്ത് തൃത്വമായിട്ടിരിക്കാനും, തൃത്വക്കാരുടെ പ്രസ്താവനയാണ് അവന് അല്ലെ ഏകനാണെന്ന് പറയുമ്പോൾ തന്നെ അവന് ത്രിയേകനായി മാറാം. അതൊരു മായാവിത്തരമാണ് പറയുന്നത് അല്ലെ. അതൊരു മായാവിത്തരമാണ്. ഇത്രയെല്ലാം എഴുതി വെച്ചേച്ച് അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അതും തെറ്റാണ്. അപ്പൊ 1-ാം കൽപ്പനയ്ക്ക് തന്നെ പണി കൊടുത്ത ഉപദേശമാണ് തൃത്വം എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഒറ്റയ്ക്ക് സൃഷ്ടിച്ചു. ഇനി പറയാം, യഹോവയെ വെല്ലുവിളി എന്ന വണ്ണം ചോദിക്കുന്ന ഇപ്രകാരമാണ്, നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു, ഞാൻ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആർ എന്നോട് കൂടെ ഉണ്ടായിരുന്നു അല്ലെ. തൃത്തക്കാരുടെ ഭാഷയിൽ പറഞ്ഞ യേശുക്രിസ്തു ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവും ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, ആരെന്നോട് കൂടെ ഉണ്ടായിരുന്നു? യശയ്യാവ് 44:26 ചോദിക്കുകയാണ്. ഈ വേദഭാഗത്തിൽ ഞാൻ തന്നെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു എന്നിടത്ത് എബ്രായ ഒറ്റയ്ക്ക് തനിച്ച് എന്നൊക്കെ അർത്ഥമുള്ള ബാഡ് എന്ന പദവും, ബാഡ് BAD, അതായത് ഇംഗ്ലീഷിലെ ബാഡല്ല, ബാഡ് എന്ന് പറയുന്ന പദവും ഇംഗ്ലീഷിൽ എലോൺ എന്ന പദവുമാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ പദവും ഇംഗ്ലീഷ്, അതായത് ഞാൻ ഒറ്റയ്ക്ക് സൃഷ്ടിച്ചു എന്ന് യഹോവ പറയുകയാണ്. അപ്പൊ ട്രിനിറ്റിയുടെ ഭാഷയിൽ ദൈവം സൃഷ്ടി നടത്തുമ്പോൾ 3 പേരുണ്ടായിരുന്നെങ്കിൽ എന്താണ്, താൻ ഒറ്റയ്ക്ക് സൃഷ്ടി നടത്തിയതെന്ന് ദൈവം പറയുമായിരുന്നു. ദൈവത്തെ പോലും കള്ളനാക്കുന്ന ഒരു ഉപദേശമാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡൊമിനിക് സാറെ, ഇനിയും
ഒരുപാട് ഡൊമിനിക് സാറുകൾ ഇനി തൃത്വമായിട്ട് വരും, സെയിം കാര്യങ്ങൾ തന്നെ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ കൂടി ഞാൻ ആഡ് ചെയ്തത്, അല്ലേ, ആഡ് ചെയ്തു. അപ്പം ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ 3-ാം ഭാഗം ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. 3-ാം ഭാഗത്തിൽ നമുക്ക് അദ്ദേഹത്തിന് വീണ്ടും അദ്ദേഹം ഇനി എന്താ പറഞ്ഞിരിക്കുന്ന അടുത്ത മറുപടി നമുക്ക് കൊടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.